ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 2 സീറ്റ് മാത്രം. സിറ്റിംഗ് സീറ്റായ മലപ്പുറത്തും പൊന്നാനിയിലുമാണ് ലീഗ് മത്സരിക്കുക. സ്ഥാനാർത്ഥികളായി ടി മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും തന്നെ മത്സരിക്കുമെങ്കിലും സീറ്റുകൾ വെച്ചുമാറിയാണ് ഇരുവരുടെയും പോരാട്ടം. 3-ാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റെന്ന കോൺഗ്രസ് നിർദ്ദേശം ലീഗ് അംഗീകരിച്ചു. ഏറ്റവും അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അശ്വതി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിലെ MP-മാരുടെ മണ്ഡലം മാറിയത് മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. ബാക്കിയെല്ലാം കഴിഞ്ഞ തവണത്തെ അതേ സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസിന്റെ ഉപാധി ലീഗ് അംഗീകരിച്ചു. നമ്മളൊപ്പം ചേരുന്നത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PM.S. സലാം സാഹിബാണ്. അപ്പോൾ കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി സ്വീകരിച്ചു. ഒപ്പം പൊന്നാനിയും മലപ്പുറവും MP-മാർ പരസ്പരം മാറി മത്സരിക്കുന്നു. എന്താണ് ഈ മണ്ഡലം മാറുന്നതിന്റെ അല്ല, പരമാവധി ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. UDF-ൽ ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രവർത്തന സൗകര്യവും പിന്നെ കൂടുതൽ വോട്ട് നേടാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം നോക്കിയിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. പൊന്നാനിയിലെ മുൻ ലീഗ് നേതാവാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി. അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാണെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഏറെ സുഖകരമായൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ വിജയവും ഭൂരിപക്ഷ വർധനവും വളരെ എളുപ്പമാക്കിയ ഒരു തീരുമാനമാണ് LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരം ആളുകളെ സീറ്റിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറുകയും ചിഹ്നം മാറുകയൊക്കെ ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കൊരു അവസരമാണ്. ഉത്ബുദ്ധരായ പൊന്നാനിയിലെ വോട്ടർമാർ ഈ കൂറുമാറ്റക്കാരെ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വെല്ലുവിളിയാകില്ല. മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റിനും ഇത് ഒരു വെല്ലുവിളിയില്ല. കൂടുതൽ സൗകര്യമൊക്കെ ചെയ്യാം, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. ഈ രാജ്യസഭാ സീറ്റ് എന്നൊരു ഓഫർ അത് ലീഗിനെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമായിരുന്നു. അല്ല, ഈ മുന്നണി സംവിധാനമാകുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായത്. അല്ല, പാർലമെന്റിലെ 3-ാം സീറ്റാണോ രാജ്യസഭാ സീറ്റാണോ ലീഗ് കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്? അല്ല, അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുന്നണി സംവിധാനത്തിൽ ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഇരുകൂട്ടരും കൂടി തീരുമാനിച്ച തീരുമാനമാണിത്. അതോടുകൂടി ആ തീരുമാനം പൂർത്തിയായി. ഇതിൽ അങ്ങനെ സന്തോഷമുണ്ടോ ഇങ്ങനെ സന്തോഷമുണ്ടോ ചോദിക്കുന്നില്ല. എല്ലാം സന്തോഷകരമായി ഭവിക്കും. യുവാക്കള് ഈ രാജ്യസഭയ്ക്ക് വേണ്ടി വലിയ മുറവിളി കൂട്ടുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. അത്തരത്തിലുള്ള ക്ലെയിമുകൾ യൂത്ത് ലീഗിന്റെ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായി അവർക്ക് ചോദിക്കാമല്ലോ. മുസ്ലിം ലീഗിന്റെ എല്ലാ വനിതകൾക്ക് ചോദിക്കാം, യൂത്ത് ലീഗിന് ചോദിക്കാം, MSF-നൊക്കെ ചോദിക്കാം. എല്ലാവരുടെയും സാധ്യതകളും പിന്നെ സാഹചര്യമൊക്കെ പരിശോധിച്ചിട്ട് പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കും. അത് പാർട്ടി അംഗീകരിക്കും. അല്ല, അടുത്ത തവണ ഈ ചർച്ച വരുമ്പോൾ അവർക്കൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. യൂത്ത് ലീഗിന് പരിഗണന അതിന് പറയുന്നത് എല്ലാവരെയും പരിഗണിക്കും. എന്നിട്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. എങ്ങനെയാണ് മലപ്പുറത്തും മുന്നണിയിൽ ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ? നല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കും. ഈ സമസ്തയുടെയൊക്കെ പല ആൾക്കാർ ഭിന്നിച്ച് നിൽക്കുന്നതൊക്കെയാണ് പൊന്നാനിയിലൊക്കെ വലിയ ആശങ്കയായിട്ട് പലരും പറയുന്നത്. അങ്ങനെ വല്ല ആശങ്കയുണ്ടോ? ഒരാശങ്കയും മുസ്ലിം ലീഗിനില്ല. എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് മുസ്ലിം ലീഗിന് കിട്ടും. മലപ്പുറത്തും പൊന്നാനിയിലും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയം തുടരാനാകുന്ന പ്രതീക്ഷയാണ് PM.S. സലാം പങ്കുവച്ചത്. ശ്രുതി, നമ്മൾ ഇപ്പോൾ കേട്ടത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ ആത്മവിശ്വാസമുള്ള വാക്കുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലീഗിൽ ഈ ചർച്ചകളൊക്കെ തന്നെ നടക്കുമ്പോഴും കൃത്യമായിട്ട് ഇത് ഈ ഒരു മണ്ഡലം മാറുന്നതിലേക്ക് മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. നമ്മൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ലീഗിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രചാരണത്തിൻ്റെ തിരക്കുകളാണ്. രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസിൻ്റെ ഉപാധി അംഗീകരിച്ച ലീഗ് ഇനി തെരഞ്ഞെടുപ്പിൽ ഈ UDF-ൽ ഉണ്ടായിരുന്ന വലിയ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിട്ട് തന്നെ, അല്ലെങ്കിൽ ദുർഗമായിട്ട് തന്നെ ലീഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF-ന് മുമ്പിലുണ്ടായിരുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ലീഗിന്റെ ഈ ഒരു തീരുമാനത്തോടെ തന്നെ പരിഹാരമായിരിക്കുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് ടി മുഹമ്മദ് ബഷീറും സമദാനിയും ഒക്കെ പങ്കുവച്ചത് തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് എന്ന് തന്നെയാണ്. അശ്വതി, ശരി. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും രാഷ്ട്രീയ വാർത്തകൾ അത്തരത്തിൽ, തെരഞ്ഞെടുപ്പ് വാർത്തകൾ അത്തരത്തിൽ ചൂടുപിടിക്കുകയാണ്.